भारती। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री श्री कृष्ण बलराम जी। എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ. ഇന്ന് വളരെ വളരെ ഒരു നല്ല മുഹൂർത്തം, നല്ല ദിവസമാണ് അക്ഷയ തൃതീയ. ഇന്നത്തെ ദിവസം ക്ഷയം എന്ത് ചെയ്താലും ക്ഷയം ഉണ്ടാവുകയില്ല, നാശമുണ്ടാവുകയില്ല, ഒരു പതനം, വീഴ്ചയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഈ ദിവസത്തിനെ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. പഴയ വൈദ്യന്മാരെടുത്തൊക്കെ നമ്മളൊരു രോഗം എന്ന് പറഞ്ഞു പോയാൽ കഷായം തരും. കഷായം കുടിച്ചവരുണ്ടോ? എല്ലാവരും മൂക്കും കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് കുടിക്കും. ക്ഷയത്തിനെ വേരോട് മാറ്റുന്നതാണ് കഷായം. നമുക്ക് എന്തെങ്കിലും പതനം, ശരീരത്തിന് എന്തെങ്കിലും വീഴ്ചയുണ്ട്, എന്തെങ്കിലും പതനം സംഭവിച്ചു, പോരായ്മകളുണ്ട്, അതിനെ വേരോട് മാറ്റുന്നതാണ് കഷായം. ക്ഷയത്തിനെ മാറ്റുന്നത് കഷായം. അക്ഷയ തൃതീയ ക്ഷയത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇന്നത്തെ ദിവസം എന്ത് ചെയ്താലും അതിന് പുരോഗമനം ഉണ്ടാകും, നാശമുണ്ടാവുകയില്ല. വളരെ ഭാരതത്തിലുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾക്കും അക്ഷയ തൃതീയയ്ക്കും നല്ല ഒരു ബന്ധമുണ്ട്. ഹിമാലയത്തില് ബദ്രികാശ്രമം, ബദ്രിനാഥ് ക്ഷേത്രം, കേദാർനാഥ് ക്ഷേത്രം, യമുനോത്രി, ഗംഗോത്രി എല്ലാം ഇന്നാണ് തുറന്നത്. 6 മാസമേ ഈ ക്ഷേത്രങ്ങൾ തുറന്നിരിക്കത്തുള്ളൂ, 6 മാസം അടച്ചിട്ടുണ്ടാകും. അപ്പോ ഇന്നാണ് ബദ്രിനാഥ് ക്ഷേത്രം തുറന്നത്. പിന്നെ ദീപാവലി 6 മാസം കഴിഞ്ഞ് കാർത്തിക മാസത്തിൽ ദീപാവലിക്ക് അടയ്ക്കും. പിന്നെ 6 മാസം ദേവന്മാര് പൂജിക്കും, അടച്ചിട്ടിരിക്കും ക്ഷേത്രങ്ങളൊക്കെ. അതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളായിട്ട് ബന്ധമുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളുണ്ട്, സിംഹാചലം, അങ്ങനെയൊക്കെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. ഉഗ്ര നരസിംഹമൂർത്തി ആയതുകൊണ്ട്
വർഷത്തിൽ 365 ദിവസവും നരസിംഹമൂർത്തിയെ ചന്ദനം കൊണ്ട് ആവരണം പൊതിഞ്ഞു വച്ചിരിക്കും. ഇന്ന് മാത്രമേ ഉള്ളൂ സിംഹാചലത്തിലെ നരസിംഹമൂർത്തിയുടെ ദർശനം. ബാക്കി എപ്പോ പോയാലും ഒരു ശിവലിംഗം പോലെ ഇരിക്കും. കാരണം മുഴുവനും ചന്ദനം കൊണ്ട് പുരട്ടിയിട്ടുണ്ടാകും, ഇങ്ങനെ മൂടി അടച്ചു വെച്ചിരിക്കും. അപ്പോ ഈ അക്ഷയ തൃതീയയ്ക്ക് മാത്രമേ നരസിംഹമൂർത്തിയുടെ ദർശനമുള്ളൂ. പിന്നെ ജഗന്നാഥ് പുരിയിൽ ഈ വേനൽക്കാലമായതുകൊണ്ട് ഈ വൈശാഖ മാസത്തിൽ ജഗന്നാഥ് പുരിയില് രാധാ മദനമോഹൻ വിഗ്രഹത്തിനെ ജഗന്നാഥ് പുരിയിലുള്ള ഒരു കുളം, നരേന്ദ്ര സരോവരം എന്ന് പറയുന്ന തടാകത്തില്, കുളം എന്ന് പറഞ്ഞാൽ ചെറുത്, സരോവരം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വലുത്. അപ്പൊ നരേന്ദ്ര സരോവരത്തില് ഈ 21 ദിവസവും മദനമോഹനെ ബോട്ടിൽ കൊണ്ടുപോകും. ഈ ഉത്സവം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ പ്രിയമായിരുന്നു. നമ്മളും വരുന്ന മെയ് 10-ാം തീയതി തൃപ്പാദപുരത്ത് ശ്രീ രാധാകൃഷ്ണന്മാരെ കൊണ്ടുപോയി വള്ളത്തിലൊക്കെ കൊണ്ടുപോയി ഇത് ചെയ്യും. വേനൽക്കാലമാണ്, എല്ലാവർക്കും അറിയാം, വളരെ ഒരു സഫക്കേഷൻ, ഒരു ഉന്മിഷ്ടമുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ആരെങ്കിലും വന്ന് വിശരി വീശി കൊടുത്താലോ, നല്ല തണുത്ത വെള്ളമോ ജ്യൂസോ പഴങ്ങളോ കൊടുത്താലോ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ചന്ദനം പുരട്ടിയാൽ, എങ്ങനെ തിരുപ്പതിയിൽ മുട്ടയടിച്ച ഉടനെ ആ മുട്ട തലയിൽ ചന്ദനം പുരട്ടുന്നത് കുറച്ച് തണുത്തിരിക്കാൻ, ഇതെല്ലാം ചെയ്താൽ വളരെ ശരീരത്തിനും മനസ്സിനും സുഖം തോന്നും. അപ്പൊ ഭഗവാന് വ്യക്തിപരമായ ഇത്തരം സേവനം ചെയ്യുന്ന കാലമാണ് ഈ വൈശാഖ മാസവും അക്ഷയ തൃതീയൊക്കെ. അപ്പൊ ഇന്ന് എത്ര ഭക്തരാണ് ഭഗവാന് പഴം കൊണ്ടുവന്ന് തന്നത്? താങ്ക് യു വെരി മച്ച്. ആരും കൊണ്ടുവന്നില്ല, നല്ല ആൾക്കാർ. ഇപ്പൊ ഇന്നത്തെ ദിവസം ദാനത്തിന്റെ ദിവസമാണ്. ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇന്ന് ഭഗവാന് ചന്ദനം പുരട്ടും. കൃഷ്ണ ഭഗവാന്റെ നെറ്റിയിൽ കണ്ടില്ലേ, 2 സൈഡും മുഴുവനും ചന്ദനം. ഇനി ഈ മാസം ചില ദിവസം ഫുൾ ബോഡി ചന്ദന കളഭം കൊണ്ട് മൂടും, ചിലപ്പോ മുഖം ഫുള്ള് മൂടും. അത് പൂജാരിമാരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. അവർക്കൊരു മൂടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് മൂടും, മൂടില്ലെങ്കിൽ നെറ്റിയിൽ മാത്രം കാണും. അപ്പൊ ഇങ്ങനെ വ്യക്തിപരമായ സേവനം ചെയ്യേണ്ട ഇന്നത്തെ ദിവസം ദാനധർമ്മങ്ങൾ, അന്നദാനം എല്ലാം ചെയ്യുന്ന ദിവസമാണ് ഈ അക്ഷയ തൃതീയ ദിവസം. ദ്രൗപദിക്ക് ഈ അക്ഷയപാത്രം കിട്ടിയ ദിവസവും ഇതാണ്. സൂര്യദേവൻ ദ്രൗപദിക്ക് അക്ഷയപാത്രം തന്നു ഈ ദിവസത്തില്. ഇതില് ദ്രൗപദി കഴിച്ചിട്ട് ഈ പാത്രം കഴുകിയാല് പിന്നെ അടുത്ത ദിവസം സൂര്യോദയത്തിലെ ഭക്ഷണം ഉണ്ടാവും. പക്ഷെ ദ്രൗപദി അതിലിരുന്ന് എടുത്താൽ എത്ര എടുത്താലും കുറയാതെ ഈ അക്ഷയപാത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു അക്ഷയപാത്രം കിട്ടിയ ദിവസമാണ്. അപ്പൊ ദുര്യോധനൻ ഒരു ദിവസം എന്ത് ചെയ്തു? ദുർവാസാവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ദുർവാസാവിനെ വിളിച്ചു ദുര്യോധനൻ വേണ്ടവണ്ണം സൽക്കരിച്ചു. അപ്പൊ ദുർവാസാവിന് സന്തോഷമായി. ദുർവാസാവ് പറഞ്ഞു, എന്നെ കാണുമ്പോ എല്ലാരും ഓടുന്നതാ പതിവ്, ആരും എൻ്റെ അടുത്ത് വരാറില്ല. പക്ഷെ ദുര്യോധന, നീ മാത്രമാണ് ഇത്രയും എന്നെ സൽക്കരിച്ചത്, എനിക്ക് വലിയ സന്തോഷമായി. ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ഈ അനുഗ്രഹം എനിക്ക് മാത്രം കിട്ടിയാ പോരാ, എന്റെ സഹോദരന്മാർ പാണ്ഡവര് കാട്ടിലിരിക്കാണ്, അതുകൊണ്ട് ദുർവാസ മുനി അവിടെയും പോകണം. കാരണം ദുര്യോധനൻ അറിയാം, അവിടെ പോയി എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ദുർവാസാവ് ശപിക്കും. ദുർവാസാവിനെ പറഞ്ഞു വിട്ടു. ഉടനെ യുധിഷ്ഠിര മഹാരാജാവും ദുർവാസാവിനെ കണ്ടിട്ട് വലിയ സന്തോഷത്തിൽ യമുനയിൽ ചെന്ന് കുളിച്ചിട്ട് വരൂ, സ്നാനം കഴിഞ്ഞു വരും, വിഭവസമൃദ്ധമായ സദ്യ ഞാൻ ഒരുക്കി തരാം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ഈ ഭഗവത്ഗീത പഠന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. സദ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന്. സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന്. അപ്പൊ വലിയ സദ്യ ഒരുക്കി തരാം എന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു. എന്ത് ധൈര്യത്തില?
പാത്രമുള്ള ധൈര്യത്തിൽ പറഞ്ഞു. പക്ഷെ അന്ന് ദ്രൗപദി കഴിച്ച് പാത്രം എല്ലാം കഴുകി വെച്ചു. ഇനി അതിൽ അടുത്ത ദിവസം സൂര്യോദയത്തിനെ ഭക്ഷണം കിട്ടുള്ളൂ. ദുർവാസാവ് ഒറ്റയ്ക്ക് വന്നില്ല. അതായത് ഇത് വെറുതെ തമാശക്ക് പറയണതാണ്. ഒരു ചായക്കടയിൽ ഭക്ഷണം ഫ്രീ എന്ന് എഴുതി വെച്ചു. ഒരു തമിഴൻ വന്ന് കഴിച്ചു, വലിയ സന്തോഷമായി. വീട്ടിൽ ചെന്നിട്ട് 2 ബാസ്ക്കറ്റ് നിറയെ പച്ചക്കറി ഫ്രീ ആയിട്ട് ആ ചായക്കടയിൽ കൊണ്ടുവന്നു കൊടുത്തു. ഒരു ആന്ധ്രക്കാരൻ വന്ന് കഴിച്ചു ഫ്രീ ആയിട്ട്, വലിയ സന്തോഷമായി. നാട്ടിൽ ചെന്ന് പച്ചമുളകും സ്പൈസസ് എന്ന് പറയും മലയാളത്തില്, സുഗന്ധദ്രവ്യമല്ല, സ്പൈസസ്. കുരുമുളകിന് എന്ത്? സ്പൈസസ്, സുഗന്ധ, വ്യഞ്ജനം. അപ്പൊ ഓരോ സംസ്ഥാനത്തിലുള്ളവരും കഴിച്ചിട്ട് സന്തോഷമായി. ഫ്രീ ആയ ഭക്ഷണമല്ല. അതുകൊണ്ട് അവരുടെ സംസ്ഥാനത്തിൽ എന്താണോ നല്ല സാധനം അത് കൊണ്ടുവന്നു തന്നു. ഒരു മലയാളി ചെന്ന് കഴിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു, ഫ്രീ സാധനം. നാട്ടിൽ ചെന്ന് ഒരു 500 പേര് പറഞ്ഞു ഫ്രീ ആയിട്ട് ചെന്ന് കഴിച്ചു. അപ്പൊ ദുർവാസാവ് ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമില്ല. അന്ന് 1000 ശിഷ്യന്മാരെയാ കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് ധൈര്യം, അക്ഷയപാത്രം ഉണ്ടല്ലോ, എല്ലാരെയും ചെന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ദ്രൗപദി പറഞ്ഞു, സർവനാശം, ഞാൻ കഴിച്ച് കഴുകി, ഇനിയിപ്പൊ നാളെ സൂര്യോദയത്തിനെ ഭക്ഷണം കിട്ടും. അവർക്ക് ജീവിതത്തിൽ എന്ത് തടസ്സം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഭഗവാനെ വിളിക്കും. അതാണ് ഉത്തമ ഭക്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ ദ്രൗപദി വിളിച്ചപ്പോൾ കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷമായി. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ദ്രൗപദി, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തിന്നാൻ തായോ എന്ന് ചോദിച്ചു. ദ്രൗപദി പറഞ്ഞു, കൃഷ്ണ, എരിയുന്ന തീയില് എണ്ണ കോരി ഒഴിക്കരുത്. ദുർവാസാവും 1000 ശിഷ്യന്മാരും വരെ, അവർക്ക് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് നീയും വിശക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് തരും? ഇല്ല, എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ പാത്രം എടുത്ത് അന്വേഷിച്ച് നല്ല നോക്കിയപ്പോ ദ്രൗപദി പാത്രം നേരെ കഴുകിയില്ല. അതിൽ കുറച്ച് ബാക്കിയുണ്ടായി, ഒരു ചെറിയ അംശം. ഭഗവാൻ അത് സ്വീകരിച്ചു. യസ്മിൻ തുഷ്ടേ ജഗത്തുഷ്ട. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെല്ലാം സംതൃപ്തമാകും. കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. ജോലി സ്ഥലത്ത് ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. എല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ചുമന്ന് ഭഗവത് സേവനം നിത്യം ആ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ, ദിവസം ഭഗവാന്റെ വീട്ടിൽ 2 പഴങ്ങൾ സമർപ്പിക്കുക, പൂക്കൾ സമർപ്പിക്കുക, ഇന്നെല്ലാരും കൊണ്ടുവന്നതുപോലെ ഭഗവാന് പായസം കൊടുക്കുക, അതെല്ലാം ചെയ്താൽ ആ കുടുംബാംഗങ്ങൾ മുഴുവനും സന്തോഷമായി. അപ്പൊ യമുനയിൽ മുങ്ങിക്കൊണ്ടിരുന്ന ദുർവാസാവിനും 1000 ശിഷ്യഗണങ്ങൾക്കും വയറങ്ങ് നിറഞ്ഞു. വയറിന് സൗണ്ടൊക്കെ വരാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല. എങ്ങനെയാ പെട്ടെന്ന് വയറ് നിറഞ്ഞത്? ഇനി യുധിഷ്ഠിരന്റെ അവിടെ പോയി കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ടാകും, അത് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് യമുനയിൽ മുങ്ങിക്കുളിച്ച ദുർവാസാവ് പാണ്ഡവരെ കാണാൻ വരാതെ അങ്ങനെ കാട്ടിലേക്ക് തിരിച്ചുപോയി. ആ അക്ഷയപാത്രം കിട്ടിയ ദിവസം ഇന്നാണ്. ഈ ലീല നടന്നത് ഇന്നല്ല, പാത്രം കിട്ടിയത് ഇന്നാണ്. ഇന്നത്തെ ദിവസമാണ് വ്യാസമഹർഷി ഗണപതിയെ കൊണ്ട് മഹാഭാരതം എഴുതി തുടങ്ങിയത്. ഇന്നത്തെ ദിവസമാണ് പരശുരാമൻ അവതാരം ചെയ്തത്. ഇന്നാണ് ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഇന്നത്തെ ദിവസമാണ്. ഗംഗ ഭൂമിയെ സ്പർശിക്കുന്നത് ഈ അക്ഷയ തൃതീയയ്ക്കാണ്. പിന്നെ സുധാമ നടന്നു ചെന്ന് ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത് അതിസുന്ദരമായ ലീല ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ലീല നടന്നതും ഇന്നത്തെ ദിവസമാണ്. ഇങ്ങനെ ഈ അക്ഷയ തൃതീയ ദിവസത്തിൽ ഒരുപാട് ലീലകളും കാര്യങ്ങളും നടന്നതായി പുരാണങ്ങൾ വിവരിക്കുന്നു. വളരെ സ്പെഷ്യൽ ദിവസം. ഇന്നത്തെ ദിവസം ഭക്തന്മാർ കൂടിയിരുന്ന് നാമജപം ചെയ്യുന്നതും
ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഭഗവാന് ചന്ദനം, പഴങ്ങള്, പൂക്കള് സമർപ്പിക്കുക എല്ലാം വളരെ വിശേഷമാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മുടെ ശ്രീമദ് ഭാഗവതം. അതിന്റെ 18,000 ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്. എന്നാലും ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ വ്യാസമഹർഷി ഭാഗവതത്തിന്റെ സാരം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ ശ്ലോകത്തിൽ ഭഗവാന്റെ മഹിമയും 2-ാം ശ്ലോകത്തിൽ ഭാഗവതത്തിന്റെ മഹിമയും 3-ാം ശ്ലോകത്തില് ഭക്തന്മാരുടെ മഹിമയും ഇതിൽ വിവരിക്കുന്നു. ശുഖമഹർഷിയുടെ മഹിമ നോക്കിക്കോളൂ. ഇവിടെ തുടങ്ങുമ്പോ തന്നെ ഭക്തന്മാരെ, ഋഷികളെ, ആചാര്യന്മാരെ പൂജിച്ചിട്ടാണ് ഭാഗവതം കിടക്കുന്നത്. 3-ാം ശ്ലോകത്തില് 2-ാം ശ്ലോകത്തിൽ ഭാഗവതത്തിന്റെ മഹിമ വിവരിച്ചു. 3-ാം ശ്ലോകത്തിൽ ശുഖമഹർഷിയുടെ മഹിമ വിവരിച്ചു. സോ ആദ്യത്തെ 2 ശ്ലോകം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോ സൂരജ് അത് പാരായണം ചെയ്യും. പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഏറ്റ്. ജന്മാദ്യസ്യ അന്വയാദിതരതശ്ചാർത്തേഷു. അയ്യോ, ട്യൂണ് മറന്നുപോയില്ല. എന്താണ് ട്യൂണ്? ഹരേ കൃഷ്ണ. ട്യൂണ് പറയൂ. ജന്മാദ്യസ്യ യഥോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയഃ യത്പ്രസർഗോ മൃഷാ ധാമ്നസ്വേന സദാ നിരഷ്ടകുഹകം സത്യം പരം ധീമഹി. ധർമ്മം പ്രോജിതകൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യത്തെ കൃതിഭിഃ ശുശ്രൂഷുഭിഃ തക്ഷണാത്. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃത്യദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. സോ 3-ാമത്തെ ശ്ലോകം എല്ലാവരും ഏറ്റു പറയാം. നിഗമകൽപതരോർഗലിതം ഫലം നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ആരെങ്കിലും 4-5 പേര്. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഉദികാവുകാ നിഗമം കൽപതരോഗലിതം ഫലം സുഖമുഖാനമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഉദികാവുകാ സുഖമുഖാനമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഉദികാവുകാ. അവർക്ക് മാത്രം കൈയ്യടി. ഓക്കെ, വേറെ സുഖമുഖാനമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഉദികാവുകാ. നിഗമം കൽപതരോഗലിതം ഫലം സുഖമുഖാനമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം Translation. വായിക്കുന്ന വാക്ക് സെന്റൻസ് ബൈ സെന്റൻസ്. O expert and thoughtful men, relish Srimad Bhagavatam, the mature fruit of desired tree of Vedic literatures. എല്ലാ ബുദ്ധിമാന്മാരെ, ഭാവങ്ങൾ നിറഞ്ഞവരെ, ശ്രീമദ് ഭാഗവതം വേദങ്ങളുടെ പഴുത്ത സ്വാദിഷ്ടമായ ഫലമാണ്. അതിനെ രുചിക്കുക. It emanated from the lips of Sri Shukadeva Goswami. ശുകമഹർഷി ശുകദേവ ഗോസ്വാമിയുടെ ചുണ്ടിലിരുന്നാണ് ഇത് പുറത്തു വന്നത്. Therefore, this fruit has become even more tasteful, although its nectarine juice was already relishable for all, including liberated souls. മുക്താത്മാക്കൾ പോലും ആസ്വദിച്ച ഇതിന്റെ ജ്യൂസ്, രസം ഇപ്പോൾ ശുകമഹർഷിയുടെ തിരുമുഖത്തിലിരുന്ന് വന്നതുകൊണ്ട് അതിന്റെ സ്വാദ് ഏറെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭാഗവതത്തിനെയും സ്തുതിക്കുന്നു. ഭാഗവതത്തിന്റെ കൂടെ വേറെ ആരെയെ സ്തുതിക്കുന്നത്? ശുകമഹർഷിയും സ്തുതിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ ആരെയാ കീർത്തിച്ചത്? ഭാഗവതത്തിന്റെ ആദ്യ ശ്ലോകം ഭഗവാനെ, രണ്ടാം ശ്ലോകം ഭാഗവതത്തിന്, മൂന്നാം ശ്ലോകത്തില് ഭാഗവതത്തോടൊപ്പം ശുകമഹർഷിയും സ്തുതിക്കുന്നു. ഇനി വേർഡ് ടു വേർഡ് മീനിങ്. വേർഡ് ടു വേർഡ് മീനിങ് കുറച്ച് ഡ്രൈ ആണ്, കാരണം മുഴുവനും സംസ്കൃത ഗ്രാമർ ആണ്. അതുകൊണ്ട് ഇപ്പൊ അടുത്ത 15-20 മിനിറ്റ് ഭക്തജനങ്ങൾ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നിഗമ, മലയാളത്തിൽ പറയുമല്ലോ ഘമ, ഗമിക്കുക. എന്താ അർത്ഥം? അതായത് ഗംഗ എന്ന പുണ്യ നദി, ആ പേരിന്റെ അർത്ഥം തന്നെ ഗമയന്തി ഇതി ഗംഗാഹ. ശ്രീ കൃഷ്ണ ബലരാമി. ഗമയന്തി ഇതി ഗംഗാഹ. ഗംഗ ഗമിക്കുക, പോവുക, ചലിക്കുക. അതുകൊണ്ടാണ് സൗദി അറേബ്യയില് മെക്കയിലുള്ള പുണ്യ നദിയുടെ പേര് സംസം എന്നാണ്.
ഈ സംസം എന്ന വാക്ക് ഗം ഘം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. ഘം എന്ന വാക്കാണ് റൂട്ട്, സംസ്കൃതത്തിൽ റൂട്ട് വേർഡ് പറയും, വേര്. അതിലിരുന്നാണ് ഗംഗ എന്ന നാമം ഉത്ഭവിച്ചത്. കാരണം ഗംഗ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കത്തേയില്ല, ഒഴുകിക്കൊണ്ടേ ഗമിച്ചുകൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കും ഗംഗ. നമ്മൾ കാണുന്നത് ബേ ഓഫ് ബംഗാളില് ഗംഗ ചെന്നിട്ട് അവിടെ പോയി സംഗമിക്കുന്നു. പക്ഷെ അവിടെ സംഗമിക്കുന്നില്ല. അവിടെ ഇരുന്ന് നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ വീക്ഷണത്തിനപ്പുറത്ത് ഗംഗ പാതാള ലോകത്തിലും ഭോഗവതി എന്ന പേരിൽ സഞ്ചരിക്കുന്നു. നിൽക്കാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്, പോയിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ആ നദിക്ക് എന്ത് പേര് വന്നത്? ഗംഗ. മലയാളത്തില് ഗംഗ, അത് സാൻസ്ക്രിറ്റിലില്ല. അത് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് കേരളത്തിലെല്ലാം. ലക്ഷ്മി, ലക്ഷ്മി, സാൻസ്ക്രിറ്റില് ലക്ഷ്മിയാണ്. ഗംഗ, ഗംഗ അല്ലേ? രാമ, റാം, രാമ, രാമ. യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. ഭഗവത്ഗീത, ഭഗവത്ഗീത. പേയാട് ഭാഗത്തൊക്കെ പോയാൽ ഇങ്ങനെ, ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ബുക്ക് വിതരണത്തിൽ പോയി. അപ്പൊ ഒരു ലേഡി ഹസ്ബൻഡിനെ വിളിക്കാൻ, ഏതോ ഒരു സ്വാമി ഭഗവത്ഗീതയും ഭാഗവതവും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗമിക്കുക, ഗംഗ, ഗമയന്തി ഇതി ഗംഗാഹ. ആഗമ, ശാസ്ത്രത്തിന്റെ ഒരു പകുതിയാണ് ആഗമ സിദ്ധാന്തം. ആഗമ സിദ്ധാന്തം വിശാലമായ എന്താ പറയാ, ഒരു യാത്ര. നിഗമ എന്ന് വെച്ചാല് ആ യാത്രയിൽ ഉള്ളിൽ നമ്മൾ സത്യം അന്വേഷിച്ചുള്ള ഒരു യാത്ര. ഏത്? നിഗമ. ഗമ എന്ന് വെച്ചാല് പോവുക. നിഗമ എന്ന് പറഞ്ഞാല് ഒരു സാധനത്തിന്റെ ഉള്ളിൽ പോവുക. ഉള്ളിൽ അന്വേഷിച്ച് അന്ത്യം കാണാത്ത സാധനമാണ് ഉള്ളി, അല്ലേ? ഉള്ളി നിങ്ങൾ പീൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ തിന്നാൻ പാടില്ല, എന്നാലും ഉദാഹരണത്തിന് എടുക്കുന്നതിൽ തെറ്റില്ല. ഈ ഉള്ളി ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉള്ളിൽ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് നിഗമ. നമ്മുടെ യാത്ര സത്യം അന്വേഷിച്ച് ആഴത്തിൽ ഉള്ളിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിഗമ കൽപ്പതരോ. തരു എന്ന് വെച്ചാൽ മരം. തൃണാദപി സുനീചേന തരോർ ഏവ സഹിഷ്ണുന. തരു എന്ന് വെച്ചാൽ മരം. കൽപ്പ, അന്ത്യമില്ലാതെ എന്ത് ചോദിച്ചാൽ. മലയാളത്തിൽ ഈ വാക്കുണ്ടോ? അല്പം. അല്പം എന്ന് വെച്ചാൽ തമിഴില് പറയാം, അവൻ അല്പൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ പിശിക്കാൻ കുറച്ച്. അല്പം, അല്പം എന്ന് വെച്ചാൽ കുറച്ച്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? കൽപ്പം. വിശാലമായ മരം. ഈ മരത്തില് എന്ത് ചോദിച്ചാലും കിട്ടും. കൽപ്പവൃക്ഷ മരം. അതായത് നിങ്ങൾ കുട്ടിക്കാലത്തിൽ ആ കഥ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരുത്തൻ ചെന്ന് കൽപ്പവൃക്ഷ മരത്തിന്റെ അടിയിലിരുന്ന് പഴം ചോദിച്ചു, പഴം കിട്ടി. തിന്നാൻ ചോദിച്ചു, തിന്നാൻ കിട്ടി. എല്ലാം ചോദിച്ചിട്ട് അവൻ മരത്തിന്റെ ചുവട്ടിലിരുന്ന് തിന്നാൻ പോകുമ്പോ എന്ത് ചിന്തിച്ചു? ഓർമ്മയുണ്ടായി കഥ? സ്കൂളിലൊക്കെ ഓർമ്മയോ? എന്തൊക്കെയോ അവൻ ചിന്തിച്ചു. അത് തിന്നാൻ കിട്ടും, ഇത് തിന്നാൻ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ചിന്തിച്ച് അവൻ തിന്നാൻ പോയപ്പോ അവൻ ചിന്തിച്ചു, ഇപ്പൊ ഒരു പുലി വന്നിരുന്നെങ്കിലോ? സംഭവം എന്തായി? പുലി വന്നു. കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാല് അതിന് എന്ത് ചോദിച്ചാലും തരും. എനിക്കിപ്പോ ആരോഗ്യം വേണം, എനിക്ക് പണം വേണം, എനിക്കൊരു നല്ല കുടുംബം വേണം, എനിക്ക് പേരും പ്രശംസയും വേണം, ഞാൻ രാജാവാകണം, അത് എന്തും കിട്ടും. പക്ഷെ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? നിഗമ കൽപ്പതരോ ഗലിതം ഫലം. അതിന്റെ മാക്സിമം എന്താ പറയാ, സ്വാദിഷ്ടായ. ഗലിതം എന്ന് പറഞ്ഞാല് ആ പഴം പൊട്ടി ജ്യൂസ് പുറത്തു വരണം. അത്രയ്ക്കും പഴുത്തിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കണം. മാമ്പഴത്തിൽ കണ്ടിട്ട്, ചക്കയിൽ കണ്ടിട്ടുണ്ട് ഇരുന്ന് പൊട്ടി ഒലിക്കുന്നതൊക്കെ, ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ പുറത്തു വരും. അങ്ങനെ അത്രയ്ക്കും പഴം. അപ്പോ
വേദങ്ങൾ, ശാസ്ത്രങ്ങളാകുന്ന വിശാലമായ മരത്തിന്റെ ഏറ്റവും ഉയർന്നതായ പഴുത്തതായ ആ പഴം ഏതാണ്? ഭാഗവതമാണ്. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകം നമ്മൾ നോക്കി, ഈ അത്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. പിന്നെ ഭാഗവതത്തിന്റെ പരാമർശം 2 പ്രാവശ്യം. ആ ശ്ലോകത്തിൽ 5 തവണ ഭാഗവതം പറഞ്ഞിരിക്കുന്നു. അത് തന്നെ വീണ്ടും ഇവിടെ പറയാണ്. അങ്ങനെ ജ്യൂസ് പൊട്ടി ഒഴുകുന്ന ഒരു ഇത്. ശരി, ഇവിടെ എന്ത് മരമാണെന്ന് പറഞ്ഞിട്ടില്ല. പറയാതെ നമ്മുടെ മനസ്സിൽ എന്ത് മരമാണ് ഇതിപ്പോ? ഒരു മരത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് റോസാപ്പൂ ചെടിയാണോ? അല്ല. മുല്ലപ്പൂ ചെടിയാണോ? അല്ല. ആലാണോ? പറയാതെ നമ്മുടെ മനസ്സിൽ എന്ത് മരമായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്? കൽപ്പവൃക്ഷം. എന്താണ്? എന്ത് പഴം? എന്ത് മരം? മാമ്പഴം. മനസ്സിലായോ? ശരി, ഇതിൽ എവിടെങ്കിലും മാമ്പഴം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് ഏത് മരത്തിനെയാ ഉദ്ദേശിക്കുന്നത്? മാമരം. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് അങ്ങനെ രാജകീയമായ പഴത്തിന്റെ രാജാവ്, സ്വാദ് കൂടിയത്, അതിൽ തേൻ ചൊരിയുന്ന പോലെ അതിന്റെ സ്വാദ് ചൊരിയുന്നു. തത്ത ഇഷ്ടപ്പെട്ട്, ഇവിടെ ആരാണ്? അടുത്ത ശ്ലോകത്തിൽ ആരെ കുറിച്ചാ പറയുന്നത്? ശുഗമഹർഷി. ശുഗം എന്ന് വെച്ചാല് ശുഗമഹർഷിയുടെ പേരാണെങ്കിലും ശുഗം എന്ന് വെച്ചാൽ എന്താണ്? തത്ത. അപ്പൊ ഇത് ഏത് മരമാണ്? ചക്കയാണ്. മാമ്പഴം ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട്? ഇഷ്ടമല്ല? ഡയബറ്റിക്കാ? അല്ലെങ്കിൽ ഇഷ്ടമല്ലേ? അയ്യേ. എത്ര പേർക്ക് മാമ്പഴം ഇഷ്ടം? മാംഗോ ജ്യൂസ് എത്ര പേർക്ക് ഇഷ്ടം? മാംഗോ മിൽക്ക് ഷേക്ക് എത്ര പേർക്ക് ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടം. പ്രഭു മാത്രമാണ് ഇഷ്ടമുള്ളത്. പൊതുവെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അതിന്റെ ജ്യൂസ് ഒഴുകുന്നു. അതായത് ഭാഗവതത്തിനെ വർണ്ണിക്കാണ് ഇവിടെ. അത്രയും ഉയർന്നതാണ് ഈ ഭാഗവതം. അടുത്ത ലൈൻ, സുഖമുഖാദ് അമൃത ദ്രവ സംയുതം. സുഖ എന്ന് വെച്ചാൽ ശുഖ മഹർഷി. ഈ ശുഖ മഹർഷി ഭഗവാന്റെ ഗോലോകത്തിൽ രാധാറാണിയുടെ അവിടെ തത്തയായിരുന്നു ഈ ശുഖ മഹർഷി. എപ്പോഴും രാധാറാണിയുടെ തോളിൽ തന്നെ ഒരു തത്ത കാണും. എത്ര പേര് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്? എല്ലാരും പോയി. മീനാക്ഷിയുടെ കയ്യിൽ എന്തുണ്ട്? തത്തയുണ്ട്. എപ്പോഴും തത്ത, ഒരു ഓലയിൽ ഒരു തത്ത ഉണ്ടാക്കി ഡെയിലി കൊടുക്കും. പക്ഷെ രാധാറാണിയുടെ തോളിൽ എപ്പോഴും ഈ തത്തയുണ്ടാകും. ഈ തത്ത വൃന്ദാദേവി, വൃന്ദാവനത്തിനെ നയിക്കുന്ന ഭഗവാന്റെ ലീലകൾ എവിടെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന, ഭഗവാന്റെ ലീലകളെല്ലാം അരങ്ങേറ്റം ചെയ്യാൻ സഹായിക്കുന്ന, അതിനെ മേൽനോട്ടം വഹിക്കുന്ന വൃന്ദാദേവിയുടെ ദൂതനാണ് ഈ തത്ത. ഇതവിടെ കാണും. ഈ ഗോലോകത്തിലുള്ള തത്ത ശ്രീമദ് ഭാഗവതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു. ഭാഗവതം രചിച്ചത് ആരാണ്? നല്ല കഥയല്ല, ഉറപ്പോ? വ്യാസൻ. വ്യാസ മഹർഷി രചിച്ചപ്പോൾ ഇനിയൊരു ശുഖ മഹർഷിയുടെ ആവശ്യമുണ്ടോ? വ്യാസ മഹർഷിയല്ലേ ഭാഗവതം രചിച്ചത്. പിന്നെ ഭഗവാൻ എക്സ്ട്രാ ഒരു ശുഖ മഹർഷിയെ പറഞ്ഞുവിടേണ്ട കാര്യമുണ്ടോ? പ്രചരിപ്പിക്കാനോ? ശ്ലോകത്തിൽ തന്നെ ആൻസർ ഉണ്ട്. വ്യാസ മഹർഷി ഭാഗവതം എഴുതി എല്ലാം ചെയ്തുവെങ്കിലും അതിന്റെ സ്വാദ് വന്നത് ആര് വന്നപ്പോഴാണ്? ശുഖ മഹർഷി. അതിന് ഇനിയൊരു കാരണമുണ്ട്. പ്രഥമ സ്കന്ധത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ നോക്കി, എന്ത് പാടില്ല ഭാഗവതം മനസ്സിലാക്കാൻ? എന്ത് പാടില്ല? അസൂയ പാടില്ല. വ്യാസന് അസൂയ ഉണ്ടെന്നല്ല, എന്നാൽ അവിടെ ഒരു കാര്യം നടന്നു. ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? വ്യാസന് 70-80 വയസ്സായി. ശുഖ മഹർഷിക്ക് 16 വയസ്സ്. ഭാഗവതം പറയുന്നു 16 വയസ്സിൽ
ബോഡിലി ലിംസ്, ശരീരത്തിന്റെ അംഗമെല്ലാം, ഓരോ അംഗവും അങ്ങനെ എന്താ പറയാ, ഒരു ശില്പി ഉണ്ടാക്കിയ പോലെ പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു ആര്? ശ്രീ ശുഖ മഹർഷി. അതായത് തമിഴില് വ്യാഖ്യാനം എഴുതുമ്പോ ആചാര്യന്മാര് പറയുന്നു, അംഗമെല്ലാം തങ്കം പോൽ. ശരീരത്തിന്റെ ഓരോ ഭാഗവും എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫെക്റ്റ് ആയിരുന്നു. അതിൽ കുഴപ്പമേ പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ഒരു കണ്ണിങ്ങനെ ഒരു കണ്ണിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ണ് അങ്ങോട്ടായിരിക്കും, ഒന്ന് ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, ചിരിച്ച വായ എങ്ങോട്ടേക്കും ചെയ്യും. നമുക്കൊക്കെ കുറെ ഡിഫക്റ്റ് ഉണ്ട്. കുറെ ഡിഫക്റ്റ് ഉണ്ട്. പക്ഷെ ശ്രീശുഖ മഹർഷിയുടെ ശരീരം ഓരോന്നും പെർഫെക്റ്റ് ആയിരുന്നു. യുവത്വത്തിന്റെ നിറഞ്ഞ ഒരു പൊസിഷൻ. 16 വയസ്സ് യുവാവ്, ശരീരത്തിൽ ഒരു ഡ്രസ്സില്ല. കാരണം 16ാമത്തെ വയസ്സിലാണ് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ശുഖ മഹർഷി പുറത്തു വരുന്നത്. നമ്മളെല്ലാം എത്രാമത്തെ വയസ്സിൽ വന്നു? 9 തികഞ്ഞ് 10 ആകുമ്പോ അഥവാ വന്നില്ലെങ്കിൽ കീറി പുറത്തെടുത്തേക്കുന്നത്. അതിനു മേലെ ഉണ്ടെങ്കിൽ ശല്യമാണ്. 16 വർഷമായിട്ടും അദ്ദേഹം പുറത്തു വന്നില്ല. വ്യാസൻ വന്ന് ചോദിക്കുക, അച്ഛൻ ചോദിക്കുക, മകനെ നിന്റെ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റില്ല, നീ ഒന്ന് പുറത്തു വാ. ഞാൻ പുറത്തു വന്നാൽ ആര് മായ പിടിക്കും എന്നെ, ഞാൻ വരില്ല. പിന്നെ പ്രോമിസ് ചെയ്തു, നിന്നെ മായ പിടിക്കില്ല എന്ന് വാക്ക് കൊടുത്തതിന് ശേഷമാണ് ആര് പുറത്തു വന്നത്? വന്നപ്പോ വയസ്സ് 16, നടന്നു പോവാണ്. അപ്പോ ഗംഗയുടെ തീരത്ത്, ഗംഗയില് കുറെ യുവതികളായ പെൺകുട്ടികൾ, സുന്ദരിമാരായ പെൺകുട്ടികൾ വസ്ത്രമില്ലാതെ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കൃഷ്ണ ബലരാമ കീ. അപ്പൊ അവിടെ ഗംഗയില് കുറെ പെൺകുട്ടികൾ, എല്ലാം തരുടി, യങ് ഗേൾസ്, യുവതികളായ സ്ത്രീകൾ, അവരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സുഖമഹർഷിയെ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. സുഖമഹർഷിക്കും അവരെ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണ്? 16 വയസ്സ് യുവാവ്, യുവതികളായ പെണ്ണുങ്ങള്, ഇവർ കുളിക്കുന്നു, അദ്ദേഹം നഗ്നനായി നടക്കുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഒന്നുമേ ഇല്ല. ശരീരബോധമില്ല, അങ്ങനത്തെ ഒരു ഭൗതിക കാമക്രോധം ഒന്നുമില്ല. പുറകെ 70-80 വയസ്സായ വ്യാസമഹർഷി മകനെ പോകല്ലേ, എന്നെ വിട്ട് പോകല്ലേ, രണ്ടും കയ്യും തൂക്കിക്കൊണ്ട് ബാക്കിൽ ഓടി വരും. എത്ര വയസ്സ്? 80 ഉറപ്പാണ്. ശരി, 80 വയസ്സ്. വ്യാസമഹർഷി ഓടി വരിക. ആ 80 വയസ്സ് വ്യാസമഹർഷിയെ കണ്ടപാടി ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? ഡ്രസ്സെല്ലാം എടുത്തെല്ലാം കൂടെ ഇട്ടു. വ്യാസൻ അത്ഭുതം തോന്നി. ചെറുപ്പക്കാരനായ എന്റെ മകൻ പോയപ്പോ അവർക്ക് ഒന്നുമേ തോന്നിയില്ല, ഞാൻ വരുമ്പോ ഇവർക്ക് ഇതെല്ലാം തോന്നിയല്ലോ. എന്താണ്? അവിടെ കാമക്രോധാദികളുണ്ട്. ശ്രീശുഖ മഹർഷിയിൽ എന്തില്ല? കാമക്രോധാദികൾ, അസൂയ ഒന്നുമില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതം പറയാൻ കുറെ കൂടെ യോഗ്യനായ വ്യക്തി ആരാണ്? ശ്രീശുഖ മഹർഷി. ഒരിക്കൽ പ്രഭുപാദർ പറഞ്ഞു, വ്യാസപീഠത്തിൽ ഇരുന്ന് ഭാഗവതം സംസാരിക്കണമെങ്കിൽ അവൻ ശുദ്ധഭക്തനായിരിക്കണം. ഡിവോട്ടീസ് കേട്ട് തീരുമാനിച്ചെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം വ്യാസപീഠത്തിൽ ഇരുന്ന് ഭാഗവതം സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കണം? പരിശുദ്ധ വ്യക്തിയായിരിക്കണം. പരിശുദ്ധനായ ഭക്തന് മാത്രമേ വ്യാസപീഠത്തിൽ ഇരുന്ന് ഭാഗവതം സംസാരിക്കാവൂ എന്ന് പ്രഭുപാദർ പറഞ്ഞപ്പോ ഭക്തന്മാരെല്ലാം ഭയന്നു, പേടിച്ചു. അവരുടെ ഇടയ്ക്ക് ഒരു ചർച്ചാ വിഷയമായി. അപ്പൊ നമുക്കൊക്കെ എങ്ങനെ ഭാഗവതം സംസാരിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും? നമ്മൾ ആരും ഈ പറഞ്ഞ കൂട്ടത്തിൽ അത്രയും പരിശുദ്ധരല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പരിശുദ്ധർ? കാമക്രോധാദികൾ, മോഹം ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മലയാളം മനസ്സിലാവോ? ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ? അപ്പൊ പിന്നെ ഭാഗവതം ആരാ വായിക്കാം? അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങളെല്ലാവരും പ്രാക്ടീസിങ് യോഗീസ് ആണെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും തികഞ്ഞവരല്ല, പക്ഷെ എന്താണ്, പരിശീലിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന് പ്രഭുപാദർ കുറച്ചൊരു ഡിസ്കൗണ്ട് തന്നു. അപ്പോ ഇവിടെ വ്യാസമഹർഷിയെക്കാളും ഒരു പടി ആർക്ക് കൂടുതലാണ്?
സുഖമഹർഷി. അപ്പൊ ഇവിടെ ഒരു രഹസ്യമായിട്ട് ഒരു തത്തയെ കുറിച്ചും ഒരു മാവിനെ കുറിച്ചും പറയുന്നു. ശ്ലോകത്തിൽ എവിടെയും തത്തയില്ല. തത്തയുണ്ടോ? തത്തയില്ല. ശ്ലോകത്തിൽ എവിടെയും ഒരു മരവും ഇല്ല. അപ്പൊ ശ്രീശുക മഹർഷി തത്തയാണ്, എവിടത്തെ രാധാറാണിയുടെ തത്ത. ശരി, തത്തയുടെ ഒന്ന് രണ്ട് സ്പെഷ്യാലിറ്റീസ് പറയൂ. തത്തയുടെ ഒന്ന് രണ്ട് സ്പെഷ്യാലിറ്റി. തത്ത കൊത്തുന്നത് ദ ബെസ്റ്റ് ആയിരിക്കും. അത് എങ്ങനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കും എന്നറിയില്ല, അത് കണ്ടാൽ തന്നെ അറിയാം. ആ പഴം വെട്ടിയ അകത്ത് മാമ്പഴം റെഡ് കളറിലിരിക്കും, അതിന്റെ ചുണ്ടിനെ പോലെ ഇരിക്കും. ഒന്ന്. ശരി, വേറെന്താ? പറയൂ. കറക്റ്റ് തന്നെ. പച്ച ഡ്രസ്, എന്താ പേര്? നീ തന്നെ. അയ്യോ, കറക്റ്റ് തന്നെ പറഞ്ഞത്. പേരെന്താ? ദേവിക കൃഷ്ണ. ഏത് ക്ലാസ്സിലാ? 8th. ശരി, എന്ത് ആൻസർ പറഞ്ഞത് ശരിയാണ്. പറ. തത്ത സംസാരിക്കും. പോയി രാമ തിരിച്ചു. നമ്മൾ എന്ത് ചെന്ന് പറയോ? ഇതാ ഇവിടെ അടുത്തൊന്ന് വന്നിട്ടുണ്ടല്ലോ ഒരു സാധനം, തത്തയും ഓന്തൊക്കെ വെച്ചിരിക്കുന്ന മ്യൂസിയം. ഇവിടെ പള്ളിച്ചെല്ല് ഇവിടെ അടുത്തുണ്ട്. 100 രൂപ ടിക്കറ്റ് കൊടുത്താൽ തത്തയും പാമ്പും പല്ലിയൊക്കെ തോളി പോക്കറ്റിലൊക്കെ ഇട്ടത്. പോയില്ല? പോയി. അപ്പോ തത്ത നമ്മൾ പറയുന്നത് പറയും, പക്ഷേ അതേപടി പറയും, മാറ്റി പറയില്ല. തത്തയെടുത്ത് നിങ്ങൾ പോയി അടുത്ത് നിന്ന് രാമ എന്ന് പറഞ്ഞാൽ അത് രാമ എന്ന് പറയും, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറയും, സൂരജ് എന്ന് പറഞ്ഞാൽ സൂരജ് എന്ന് പറയും, പോടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും. ആസ് ഇറ്റ് ഈസ്. അത് കഴിയുന്ന ഒന്നും ഇടില്ല. അപ്പൊ സുഖമഹർഷിയുടെ പ്രത്യേകത എന്താണ്? ശ്രീമദ് ഭാഗവത പുരുഷൻ ഗോലോകത്തിൽ എന്താണോ അതിൽ ഒന്നും ചേർക്കാതെ ആ തത്ത ഇവിടെ വന്ന് പറയും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോ അങ്ങനെയല്ല. കയ്യിൽ നിന്ന് 2 പൊടിയൊക്കെ ഇടും, മസാലയൊക്കെ ഇടും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ പറയും. അറിഞ്ഞൂടെങ്കിലും അറിഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ട്. ക്ലാസ് എടുക്കുന്ന എല്ലാവരും എന്തെങ്കിലും ചെയ്യും. പക്ഷേ സുഖം തത്ത എന്തെയും അതേപടി ആസ് ഇറ്റ് ഈസ്, അതിന്ന് ഒന്നും മാറ്റാതെ സംസാരിക്കും. ഇപ്പൊ ശ്രീശുക മഹർഷിയുടെ പ്രത്യേകത എന്താണ്? ഗോലോകത്തിൽ ഭാഗവതം ഭഗവാന്റെ ലീലകൾ എന്താണോ, ഭഗവാന്റെ മഹിമ എന്താണോ, അതിൽ കയ്യിന്നിട്ട് ഒന്നും ചേർക്കാതെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് പറയും. മനസ്സിലായില്ല? ഇതൊക്കെ തത്തയുടെ ഒരു പ്രത്യേകത. സുഖമുഖാത് അമൃത. ഈ അമൃതം എന്ന് വെച്ചാൽ മൃത എന്ന് വെച്ചാൽ മരണം, മൃത്യു. അമൃതം എന്ന് വെച്ചാൽ മരണത്തിനെ ജയിക്കുന്ന സാധനം, എന്ന് വെച്ചാൽ പുനർജന്മത്തിനെ ഇല്ലാണ്ടാക്കുന്നത്, മോക്ഷം തരുന്നത് എന്ന് എല്ലാ അർത്ഥവും വരും. സുഖമുഖാൽ ശ്രീശുക മഹർഷിയുടെ തിരുമുഖത്തിൽ നിന്ന് അമൃത, നാശമില്ലാതെ മോക്ഷം തരുന്ന, മരണത്തിനെ ജയിക്കുന്ന, ആധ്യാത്മിക ലോകത്തിൽ കൊണ്ടുപോകുന്ന ദ്രവ. സംയുക്തം കംപ്ലീറ്റ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം യോജിപ്പിക്കുന്നത്, സംയുക്തം, എല്ലാം ഒരുമിച്ചാക്കുന്ന ദ്രവ. ലിക്വിഡ്, ദ്രവ്യം, ദ്രാവകം. ദ്രവ എന്ന് വെച്ചാൽ ലിക്വിഡ്. ഏത് ലിക്വിഡിനെ കുറിച്ച് എവിടെ പറയുന്നത്? ഏത് പഴത്തിന്റെ ജ്യൂസിനെ കുറിച്ചാ പറയുന്നത്? മാമ്പഴത്തിന്റെ ആ ജ്യൂസ്. ദ്രവ എന്ന് വെച്ചാൽ ഒഴുകുന്നത്. ഇവിടെ ഗംഗയെ കുറിച്ച് പറയുന്നു, അതും ഒഴുകുന്നതാണ്. ഈ മാമ്പഴ ജ്യൂസ് ദ്രവ, അതും ഒഴുകുന്നതാണ്. അപ്പൊ ഫസ്റ്റ് 2 ലൈൻ, നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാത് അമൃത ദ്രവ സംയുതം. അപ്പൊ എന്താ അർത്ഥം? വിശാലമായ വേദശാസ്ത്രങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പഴുത്ത തികഞ്ഞ പൂർണ്ണ നാശമില്ലാതെ മോക്ഷം തരുന്ന പഴം അതേതാ? ഭാഗവതം. അതിനെ ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരുടെ മുഖത്തിരുന്നാണ് വന്നിരിക്കുന്നത്? ശ്രീശുക മഹർഷിയുടെ മുഖത്തിരുന്ന് വന്നിരിക്കുന്നു. ഈ മാമ്പഴ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ മരണമില്ല, നാശമില്ല, ദോഷമില്ല, വേദസാരങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കും. ഫസ്റ്റ് 2 ലൈൻ മനസ്സിലായോ? ശരി, അടുത്തത് പിബത ഭാഗവതം രസമാലയം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ പിബത്ത ഈ ജ്യൂസിനെ കുടിക്കണം. ഇപ്പൊ ഈ മാമ്പഴ ജ്യൂസ് പിബത്ത വെച്ചാൽ ഹിന്ദിയിൽ എന്ത് പറയാ കുടിക്കുന്നതിന്? സോ പിബത്ത ഉൾവാങ്ങുക, കുടിക്കുക മാമ്പഴ ജ്യൂസ്. അപ്പൊ ഈ മാമ്പഴ ജ്യൂസ് എങ്ങനെ നമ്മൾ കുടിക്കും? ഭാഗവതമാകുന്ന ജ്യൂസ് എങ്ങനെ കുടിക്കും? ബുക്ക് എടുത്ത് മിക്സിയിൽ ഇട്ടാ എങ്ങനെ ഭാഗവത ജ്യൂസ് കുടിക്കും? ഇങ്ങനെ കുടിക്കാൻ പറ്റൂല. എങ്ങനെ കുടിക്കണം? ചെവി കൂടെ. അപ്പൊ മാമ്പഴ ജ്യൂസ് ചെവി ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒഴിക്കണം. പിബത ഭാഗവതം രസമാലയം. രസം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി അടുത്തത് പ്രഭുപാദർ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ രസം എന്ന് പറയുന്നതിന് ഒരു 2-3 പാരഗ്രാഫ് വിവരണം എഴുതിയിരിക്കുകയാണ്. രസ എന്ന് വെച്ചാൽ എന്താണ്? രസം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് കോമൺ മാൻ അയാൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ജ്യൂസ് അല്ലെ? രസം എന്ന് വെച്ചാൽ ജ്യൂസ്. പക്ഷെ ആ വേർഡ് റസ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള അത്ര ആസ്വാദ്യമായതും ഒരുമിച്ച് ചേർത്താൽ രസം. മനസ്സിലായോ? ഈ ആസ്വാദനം മലയാളത്തിൽ പറയില്ല. ആസ്വദിച്ചു അവൻ സദ്യ അങ്ങാട്ട് ആസ്വദിച്ച് കഴിച്ചു എന്നൊക്കെ പറയും. എന്തെല്ലാം എന്തൊക്കെ നമുക്ക് പ്രപഞ്ചത്തിൽ ആസ്വദിക്കാൻ പറ്റും, എത്ര മധുരം, എത്ര സ്വീറ്റ്, എത്ര ടേസ്റ്റ്, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതാണ് ഏത്? രസ. പിബത ഭാഗവതം രസം. ആ ഒരു അത്രയും ഉയർന്ന സ്വാദ് കുടിക്കുക. ആലയം, ലയം മലയാളത്തിലും പറയും. ലയം എന്ന് വെച്ചാല് ലയിച്ചു. ലായിനി, പഞ്ചസാര അതിനെന്താ പറയാ? ലായിനി അല്ലേ? അതില് ആ വെള്ളത്തിൽ നിന്ന് പഞ്ചസാര തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ആ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുകൊണ്ട് ലായിനി, ലയം. അപ്പൊ ക്ഷേത്രത്തിനെ എന്തുകൊണ്ട് ആലയം എന്ന് പറയുന്നു? ആലയം എന്ന് മലയാളത്തിൽ പറയുമോ? അമ്പലത്തിനെ എന്തുകൊണ്ട് ആലയം? ആലയം എന്ന് പറയില്ല മലയാളത്തിൽ. എന്തുകൊണ്ട്? ഈ വേർഡ് എന്ന് പറയുന്നു ലയം. അവിടെ നിരന്തരം ചെന്നാൽ ഈ ശരീരം ലയിച്ചു, ഇല്ലാണ്ടായിപ്പോ. ആലയം, ലയം, ഡിസോൾവിങ്. ആലയം അൾട്ടിമേറ്റ്, കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ശരീരം ഉണ്ടാകില്ല. അതിന്റെ അർത്ഥം എന്തുവാ? മോക്ഷപ്രാപ്തി. ഏത് സ്ഥലത്തിൽ ചെന്നാൽ അവിടെ നമ്മുടെ ശരീരം ഇല്ലാണ്ടാകുന്നു, അത് ആലയം. അപ്പൊ ട്രെയിൻ കമ്പാർട്ട്മെന്റിനകത്ത് കയറിയാൽ മൂത്രാലയം എന്നിങ്ങനെ പേര് വെച്ചെന്ന്. ഏത് സ്ഥലത്ത് പോയാൽ നമ്മുടെ ശരീരം ഇല്ലാണ്ടാകും, പിന്നെ ഒരു ശരീരം എടുക്കാൻ പറ്റാതെ വരുമോ, അതാണ് ലയം. സോ എന്താണ്? പിബത ഭാഗവതം രസമാലയം മുഹുരഹോ എന്ന് വെച്ചാല് ആഹാ, ഓഹോ എന്നൊക്കെ പറയില്ലേ? എത്ര പേര് അഹോബിലം പോയിട്ടുണ്ട്? അഹോബിലല്ല, അവിടെ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. നരസിംഹമൂർത്തിയുടെ പേര് ഛത്രവട്ട. വട്ടവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആല്. ഛത്ര എന്ന് വെച്ചാൽ കൊട. കൊട പോലെ ആലിരിക്കുന്നതിന്റെ അവിടെ പ്രപഞ്ചത്തിലെ ഒരേ ഒരു നരസിംഹമൂർത്തി മാത്രമേ ഉള്ളൂ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നരസിംഹമൂർത്തി എങ്ങനെയാണ്? ഉഗ്ര, രൗദ്ര, അങ്ങനെയൊക്കെ. ഇതാണ് ഉഗ്ര നരസിംഹമൂർത്തി. പിന്നെ അല്ലെങ്കിൽ ശാന്ത നരസിംഹ, ചിരിക്കത്തൊന്നുമില്ല, ശാന്തമായിരിക്കും. ലക്ഷ്മി നരസിംഹ, വരാഹ നരസിംഹ, പ്രഹ്ലാദ വരദ നരസിംഹ, ഇങ്ങനെ പല നരസിംഹമൂർത്തിയുണ്ട്. പക്ഷെ ചിരിക്കുന്ന നരസിംഹമൂർത്തി എവിടെയാണ്? അഹോബിലത്തിൽ മാത്രമേ ഉള്ളൂ. അത് ചിരിച്ച് ഈ വായും ചെവി വരെ പോകും, അത്രയ്ക്കും ചിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ഇമേജ് ഫോൺ എടുത്തിട്ട് ഛത്രവട്ട നരസിംഹ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ നരസിംഹമൂർത്തിയുടെ ചിത്രം കിട്ടും.
വായ ഇതുവരെ ഇരിക്കും ചിരിക്കുന്നത്, ചെവി വരെ അത്രയും വലിയ വായ്, പല്ലെല്ലാം കാണിച്ച് ചിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, 2 ഗന്ധർവന്മാർ, അവരുടെ പേര് ശ്രീ കൃഷ്ണ ബലരാമി. ആ 2 ഗന്ധർവന്മാരുടെ പേരെന്താ? ആഹാ ഓഹോ. ഈ പണ്ട് കച്ചേരിയൊക്കെ കേൾക്കുമ്പോ ആഹാ, അതൊന്നും ഇപ്പൊ അങ്ങനെ ആരും പറയാറില്ല. ഇപ്പൊ നമ്മളെല്ലാരും ഇംഗ്ലീഷുകാരായി മാറി. വാ, അങ്ങനെയൊക്കെയാണ് എല്ലാരും പറയുന്നത്. എന്നാ അതിന്റെ അർത്ഥം ഒരു പട്ടിക്ക് പറഞ്ഞു. വാവ്, ലക്ഷ്മി. വാവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? WOW. എന്താണ്? ആർക്കറിയാം? ഹരിപ്രിയ മത്തേജി ഉണ്ടോ ഇവിടെ? വാവ് എന്ന് പറഞ്ഞ WOW. ഇല്ല, അതെല്ലാരും പറയാറില്ല. ഇന്നെല്ലാം അങ്ങനെയല്ല. വാവ് വാവ് വാവ്. വണ്ടേഴ്സ് ഓഫ് വണ്ടർ, WOW. അത്ഭുതങ്ങളിൽ അത്ഭുതം. അതിനെയാണ് ഇംഗ്ലീഷില് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് അത് മര്യാദക്ക് വണ്ടേഴ്സ് ഓഫ് വണ്ടർ, അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതം. അതിനെയാണ്, അതാണ് പണ്ട് സംസ്കൃതത്തിൽ എങ്ങനെയാ പറയാ? ആഹാ ഓഹോ. മുഹുരഹോ എന്ന് വെച്ചാൽ അത്ഭുതം, അത്ഭുതത്തിൽ വെച്ച് അത്ഭുതം, മഹാത്ഭുതം, ശ്രേഷ്ഠമായത്. മുഹുരഹോ. റസികന്മാർ, റസിക. ഭുവി എന്ന് വെച്ചാൽ അത് മലയാളത്തിൽ പറയും ഭുവനം. ഭുവി, ഭുവന സുന്ദരൻ. ഭുവി എന്ന് വെച്ചാൽ പ്രപഞ്ചം, ഭൂമി, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഭുവി. ഭാവുക, ഭാവന, ആസ്വാദകന്മാർ. എന്ത് ഭാവിച്ചിട്ടുള്ള പോക്കാ നിനക്ക്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ഭാവുക, അനുഭവിക്കുന്ന, ആസ്വദിക്കുന്നവന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഞായറാഴ്ചത്തെ സാമ്പാർ 2 മിനിറ്റിൽ തിന്നുന്നവരുണ്ട്, പ്ലേറ്റിൽ കോരിക്കോരി കുടിക്കുന്നവരുണ്ട് സാമ്പാർ. ഒരാൾ ആസ്വദിക്കുക. അപ്പൊ രസിക്ക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആസ്വാദം, രസിക്കുന്നവൻ. റാധിക, ആരാധന ചെയ്യുന്നതിൽ ശ്രേഷ്ഠയായ വ്യക്തി. ഗോപിക, ഗോപസ്ത്രീകളിൽ ശ്രേഷ്ഠയായ വ്യക്തി. മനസ്സിലായോ? അപ്പോ മുഹുരഹോ, അത്ഭുതം, അത്ഭുതം, അത്ഭുതത്തിൽ വെച്ച് അത്ഭുതം. ഈ സ്വാദ് രസിക്കുന്ന എന്ന് വെച്ചാല് പരമഭാഗവതന്മാർ. അത് ചിലർ എന്തിനെങ്ങനെ പറയണെന്ന് വെച്ചാല്, ചിലര് ആധ്യാത്മികതയെ ഒരു രസമില്ലാത്ത കാര്യം എന്ന് വിചാരിച്ചിരിക്കുക. അയ്യോ, ഇസ്കോണിൽ പോണം, ഈ പ്രായത്തിൽ ഇതൊക്കെ പോണം, ആലോചിച്ചിട്ടൊക്കെ വരെ സ്വാമിമാരാകുന്ന പ്രായം. ഭഗവത്ഗീത അവർക്കറിഞ്ഞൂടെ. ഇവിടെ ഞായറാഴ്ച പന്നീരും ഗോപി മഞ്ചൂരി അടിച്ച് ജപിക്കണമെന്നില്ല, ജപമാല കഴുത്തിയിട്ട് നടന്നാൽ മതി, പന്നീർ കിട്ടും. എന്താ ശരി, ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ ആഴ്ചയിൽ വീട്ടിൽ പന്നീർ കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഇസ്കോണിൽ വരുന്നതിന് മുമ്പേ പന്നീരുണ്ടാകും. എത്ര പേര് ഇസ്കോണിൽ വന്നതിന് ശേഷമാണ് പന്നീരും പക്കോടയൊക്കെ കണ്ടത്? കേക്ക് പ്രസാദ രൂപത്തിൽ എവിടെ ആരെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇത് ഫെസ്റ്റിവൽ. എത്ര ഐറ്റം? ഒന്നും അധികമില്ല, 150 ഐറ്റമേ ഉണ്ടാക്കിയുള്ളൂ. ആ പരിപാടിക്ക് 200 ഐറ്റമേ ഉണ്ടാക്കിയുള്ളൂ. അല്ലേ? അവർക്കറിഞ്ഞൂടെ ആധ്യാത്മികം ഇത്രയും ആസ്വാദ്യകരമാണെന്ന് അറിഞ്ഞില്ല. ഇവിടെ വന്ന പ്രസാദം കിട്ടും, ഭഗവാന്റെ നാമം കിട്ടും, ഭഗവാന്റെ സൗന്ദര്യം കാണാം, നൃത്തം വെക്കാം. പിന്നെ അഥവാ നൃത്തം വെച്ച് വേർത്ത് തളഞ്ഞാല് നിലത്ത് കിടന്ന് ജയ് വിളിക്കാം. അതും കഴിഞ്ഞ് വെളിയിൽ പോയാൽ പാനകവും ജ്യൂസും പായസവും ഇതെല്ലാം കിട്ടും. പിന്നെ ചിലർക്ക് ഇവിടെ പെണ്ണും കിട്ടും, പെണ്ണിന് ചെക്കനും കിട്ടും, അതും കിട്ടും. എല്ലാം നടക്കും. ഇതറിയാതെയാണ് ആൾക്കാർ വരാത്തത്. പരമാസ്വാദകന്മാർ ആസ്വദിക്കുന്നു. ഓക്കെ, അതാരാ? മോക്ഷം കാക്ഷിക്കുന്ന വ്യക്തികൾ. നിഗമകൽപതരോർ ഗലിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. ഇപ്പോ നിങ്ങൾ ഇതിന്റെ പർപ്പട്ട് വായിച്ചാൽ ഇതിന്റെ ഭാവാർത്ഥം 4 പാരഗ്രാഫിന് പ്രഭുപാദ രസ എന്ന വാക്ക് പരിശുദ്ധമായ പ്രേമം എന്ന് വിവരിക്കുന്നുണ്ട്. രസ എന്ന വാക്ക്
അതിനകത്ത് പ്രഭുപാദ നാടകീയമായിട്ട് വിവരണം കൊടുക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ സ്നേഹത്തിനകത്ത് രൗദ്രം, ആ ലിസ്റ്റ് വായിക്കൂ. 12 ഗുണങ്ങൾ ചേരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഉറക്കെ. രൗദ്രം, അത്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം, ദയ, ദാസ്യം, സഖ്യം, ഭയാനകം, ബീഭത്സം, ശാന്തം, വാത്സല്യം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത പാരഗ്രാഫിൽ പ്രഭുപാദർ ഒരു അത്ഭുത ഒരു കാര്യം എഴുതുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ പ്രേമിച്ചിട്ട് അവളെ കിട്ടാതെ പോയപ്പോ കൊലപാതകം ചെയ്തത് വരെ എഴുതി വെച്ച് 1970 പ്രഭുപാദർ. അതിന്റെ താഴെയുള്ള പാരഗ്രാഫ് നോക്കും. ഉണ്ടാ കിട്ടിയാ? എന്താ വായിക്കാ? ലൈൻ മാത്രം ഉറക്കെ. എപ്പോൾ അത്തരം പ്രേമബന്ധങ്ങൾ പ്രസിദ്ധമാകുന്നുവോ അവിടെ അത്ഭുതം, ദേഷ്യം, ബീഭത്സം അല്ലെങ്കിൽ ഭയം എന്നിവയെ 70 പ്രഭുപാദർ എഴുതി ഇന്ന് നടക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു യുവാവ് സ്നേഹിക്കുന്ന യുവതിയെ കിട്ടാതെ പോകുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നു? ദേഷ്യം വരുന്നു, അല്ലേ? അതായത് ഇത് എല്ലാ ഇമോഷൻസും അകത്ത് ഉള്ളതാണ് ഒരു പെർഫെക്റ്റ് ലവ്. അതിന്റെ അടുത്ത ഇത് കേട്ടിട്ട് എല്ലാവരും സന്തോഷത്തിലിരിക്കണ്ട. അതിന്റെ അടുത്ത ലൈനിൽ പ്രഭുപാദർ പറയുന്നത് ഇത് ഭഗവാന്റെ അടുത്ത് മാത്രമേ സാധിക്കൂ. ഭൗതിക ലോകത്തിൽ ഇങ്ങനെ തികഞ്ഞ ഒരു സ്നേഹം കിട്ടുകയേ ഇല്ല എന്നാ പറയണം. ഭൗതിക ലോകത്തിൽ അങ്ങനെ തികഞ്ഞ ഒരു സ്നേഹം കിട്ടും? നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്നേഹത്തിന് പ്രതികരണവും, ദേഷ്യം വന്നാൽ അവര് താഴ്ന്ന ഒരു സ്റ്റെപ്പ് താഴ്ന്ന എന്താ പറയാ, നമ്മളടുത്ത് ദയയില് വരുന്നതും, നമ്മളൊന്ന് ഭയാനകമാകുമ്പോ അവര് പേടിക്കുന്നത് ഭയാനകം. നമ്മൾ ഇതൊക്കെ ഏത് വീട്ടിലാണ്? ഒരു വീട്ടിലും. ഈ പെർഫെക്റ്റ് ഇമോഷൻസ് എല്ലാം ഭഗവാന്റെ അടുത്ത് മാത്രം. ഇതാണ് ഈ ഋഷിമാര് ജടമുടിയും താടിയും വെച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്ന അവരൊന്നുമില്ല നടക്കാണ്. അവരെ ഹൃദയത്തിനകത്ത് ഒരു 70 mm കളർഫുൾ പിക്ചർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. ഷോലെ സിനിമ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് കിतना ഗോലി 70 പ്രഭു ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല സിനിമ. ജനിച്ചാ ഗൗരപ്രേമ പക്ഷേ ചില കഥകളൊക്കെ ഇല്ലേ, രാമായണം എന്ന ഒരു ഇതിഹാസം ഇല്ലായിരുന്നെങ്കിൽ 90% സിനിമയില്ല. കാരണം എല്ലാ സിനിമയിലും എന്താണ്, ഒരു വില്ലൻ വന്ന് ഹീറോയിനെ തട്ടിക്കൊണ്ടുപോയി, ഹീറോ പോയി പിടിച്ചു വെച്ചു. അതല്ലേ ഈ രാമായണത്തിൽ നിന്നല്ലേ കഥ കിട്ടിയത്. അപ്പൊ ഈ രാമായണം ഇല്ലായിരുന്നു പകുതി പേർക്ക് കഥ കിട്ടൂലായിരുന്നു. അപ്പൊ ഈ ഋഷിമാര് ജടമുടിയും അതും ഇതും വെച്ച് കാട്ടില് ഈ രാധാകൃഷ്ണ മാധുര്യ ലീല 24 മണിക്കൂർ ആസ്വദിക്കാം. നമ്മൾ വിചാരിച്ചിരിക്കണം അവർ ഭ്രാന്തന്മാര് ചുറ്റി നടക്കണം. ഈ ഉയർന്ന രസം അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്നേഹം, പ്രേമം, ബീഭത്സം, ഭയാനകം, ദയ, വാത്സല്യം ഇതെല്ലാം അങ്ങ് നിറഞ്ഞിരിക്കുന്നു. ഇത് രാധാകൃഷ്ണ ലീലയിൽ മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിൽ വേറെ എവിടെയുമില്ല എന്നാ ശാസ്ത്രം പറയുന്നത്. ഒരു ദിവസം ഗോപികമാരും രാധാറാണി, ഗോപിക ഇപ്പൊ മനസ്സിലായില്ല, എല്ലാരും ഗോപിക ഗോപിക എന്ന് പറയുന്നു. ഗോപിക എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠമായ ഗോപസ്ത്രീ. അപ്പൊ രാധിക എന്ന് വെച്ചാൽ, രാധ എന്ന് പറഞ്ഞാൽ ആരാധന, ആരാധന, ആരാധിക്കുന്നവരിൽ ശ്രേഷ്ഠ. അതാണ് ആര്? രാധാറാണി, ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ഗോപികമാരെല്ലാം ഒരു ദിവസം ഇത് വെച്ച് കളിക്കുകയാണ്. എന്താണ്? പേൾ എന്ന് പറയും. ആ മുത്ത് വെച്ച് എല്ലാരും ഗോപികമാര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ നോക്കിയപ്പോ അതിസുന്ദരമായ മുത്ത്. റിയൽ മുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ന് കാലത്ത് ആരും കാണുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ഹൈദരാബാദിൽ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന മുത്താണ്. എന്ന് വെച്ചാൽ പ്രോസസ് ഒന്നും തന്നെയാണ്. വീട്ടിലൊരു തൊട്ടി വെച്ചിരിക്കും. ഇവിടെ പല വീട്ടിലും തൊട്ടി കെട്ടി മത്സ്യകൃഷിയൊക്കെ ചെയ്യാറില്ല, എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ വീടിന്റെ പറമ്പിൽ തൊട്ടി കെട്ടി വെച്ച് ആ തൊട്ടിയിൽ മറ്റേ ഷെല്ല് വെച്ചിരിക്കും. കക്ക, ചിപ്പി, ഷെല്ല്, ഈ പല കളർ പല കോമ്പിനേഷൻ ഷെല്ലിൽ അതിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ അടിയിൽ വെച്ചിട്ട്
ഇവര് ഒരു മോയ്സ്ചർ ഈ ഷെല്ലിൽ ഇഞ്ചക്ട് ചെയ്യും, സിറിഞ്ച് വെച്ച് ഇതിലിടും, ഇഞ്ചക്ട് ചെയ്യും. ഇഞ്ചക്ട് ചെയ്ത് 3 മാസം കഴിഞ്ഞ് ആ ഷെല്ല് പൊളിക്കുമ്പോ ആ മോയ്സ്ചർ എന്തായി അത് ജീവനുള്ള ഷെല്ലാണ്, അതിനകത്ത് ആ ജീവി ഉണ്ട്, ആ സാധനം അതുണ്ട്. പൊളിക്കുമ്പോ അതിനകത്തിരുന്ന് ഇവർക്ക് ബ്ലൂ കളർ വേണം, റെഡ് കളർ, നമ്മൾ തീരുമാനിക്കാം എന്ത് കളർ വേണം. ആ മുത്ത്. പക്ഷെ നാച്ചുറൽ മുത്തൊന്നും ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ആരും കണ്ടിട്ടുണ്ട്. അതൊക്കെ പണ്ട് കാലത്ത് സമുദ്രങ്ങളുടെ ആഴത്തിൽ ചെന്ന് അവരെ മുത്തെടുക്കുന്നവർ എന്ന് പറയും, മുത്ത് കുളിക്കുന്നവർ, മുത്തെടുക്കുന്നവർ, അടിയിൽ ചെന്ന് മുങ്ങൽ വിദഗ്ധന്മാരെടുത്ത് അങ്ങനത്തെ മുത്തുകളൊന്നും ഇല്ല. സോ രാധാറാണിയുടെ കയ്യിൽ ഒരുപാട് മുത്തുക്കൾ ഉണ്ടായിരുന്നു. മുത്തെല്ലാം വെച്ച് കളിച്ചുകൊണ്ടിരുന്നു, ഇതെല്ലാം ചെയ്തു. കൃഷ്ണ ഭഗവാൻ ചെന്ന് രാധാറാണി എടുത്ത് ചോദിച്ചു, ഗോപികമാരെടുത്ത് ചോദിച്ചു, 4 മുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട പശുക്കിടാവിന് കഴുത്തിൽ ഒരു 4 മുത്ത് വെച്ച് കെട്ടിയിടാൻ വേണ്ടി ചോദിച്ചു. ഗോപികമാർ പറഞ്ഞു, തരാൻ പറ്റത്തില്ല, തരില്ല. അപ്പൊ കൃഷ്ണ ഭഗവാൻ ചെന്നിട്ട് രാധാറാണി എടുത്ത് ചോദിച്ചു, എനിക്ക് അധികം ഒന്നും വേണ്ട, 4 മുത്ത്. രാധാറാണി പറഞ്ഞു, തരില്ല, നിനക്ക് തരാനൊന്നും പറ്റില്ല, നിനക്ക് ഇതിന്റെ മഹിമയൊന്നും അറിഞ്ഞ, തരില്ല. കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, 1 തരും. തരൂല. ആ ശരി. നേരെ വീട്ടിൽ അമ്മയെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് 4 മുത്ത് വേണം. കൃഷ്ണ ഭഗവാൻ അമ്മ ചോദിച്ചു, യശോദാദേവി, കൃഷ്ണ നിനക്ക് എന്തിനാ 4 മുത്ത്? കിട്ടിയേ പറ്റൂ, എനിക്ക് വേണം. അത് വെച്ചിട്ട് ഞാൻ മരം നട്ടു വെക്കാൻ പോകും. മരം നട്ടു വെക്കാം. ഉടനെ അമ്മയും 4 മുത്ത് കൊടുത്തു. കൃഷ്ണ ഭഗവാൻ 4 മുത്ത് എടുത്തുകൊണ്ട് പോയി യമുനാ തീരത്തിലിരുന്നു. കൂട്ടത്തിൽ മധുമംഗളൻ, കൂട്ടുകാര് സുധാമ, ശ്രീധാം എല്ലാവരെയും വിളിച്ചു. ഗോപന്മാർ, പ്രധാനപ്പെട്ട 12 ഗോപന്മാരും വന്നു. അവർ ഒരേ മന്ത്രജപം, ഒരു മന്ത്രം അറിഞ്ഞിട്ട് അവർക്ക് ജപത്തോട് ജപം, ആഹാ ഓഹോ എന്നൊക്കെ ജപിച്ച് മുത്തുക്കൾ 4 കുത്തിവെച്ച് നിലത്തില് മന്ത്രത്തോട് മന്ത്രം ജപിച്ചപ്പോ എന്തായി? കൺമുമ്പേ ഒരു മരം പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം വലിയ മരം, വിശാലമായ മരം വന്ന് മരത്തിൽ മൊത്തം മുത്തുക്കൾ പൂത്തിങ്ങനെ കുലുങ്ങുന്ന, എല്ലാം മുത്തോടെ മുത്ത്. കൃഷ്ണ ഭഗവാനും കൂട്ടരെയും മുത്ത് മൊത്തം കൃഷി ചെയ്ത് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും, അത് മുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കരം, അത് തിളക്കം, ഇതൊന്നും എവിടെ ഇവർ കണ്ടിട്ടില്ല. ഉടനെ ഗോപികമാർക്ക് ന്യൂസ് എത്തി, കൃഷ്ണൻ മുത്ത് കൃഷി തുടങ്ങി. ഉടനെ അവരെല്ലാം വന്ന് കൃഷ്ണന്റെ അടുത്ത്, എനിക്ക് 2 മുത്ത് തരുമോ, 3 മുത്ത് തരും. ഓരോരുത്തർക്കും ഞാൻ തരില്ല, ഓരോരുത്തർക്കും മുത്ത് തരില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു ഗോപികമാരെടുത്ത്, നമ്മൾ എന്തിനാ അവന്റെ അടുത്ത് ചെന്ന് യാചിക്കുന്നത്? അവനാണ് യാചകൻ, പരമക്കള്ളൻ. വെണ്ണ എന്ന് പറയുന്നത് ഗോകുലത്തില് വിലയുള്ള സാധനമല്ല. ഓരോ വീട്ടിലും 100 കണക്കിന് പശുണ്ട്, ഓരോ വീട്ടിലും കലങ്ങൾ വെണ്ണയുണ്ട്. എന്നിട്ടും അത് ഒരു തരത്തിൽ ചെന്ന് ചോദിക്കാതെ മോഷ്ടിച്ച് കഴിക്കുന്ന കള്ളനാണ്. കള്ളന്റെ അടുത്ത് ചെന്ന് യാചിക്കേണ്ട കാര്യമില്ല. നമുക്ക് മുത്തു കൃഷി തുടങ്ങാം, നമുക്ക് നമ്മുടെ അമ്മമാർ ഇഷ്ടം പോലെ തന്നിട്ടില്ലേ. ഗോപികമാരെല്ലാം വരിയിലിരുന്ന് ഉള്ള മുത്തെല്ലാം കുഴിച്ചു വെച്ചു. മന്ത്രത്തോടെ മന്ത്രം. മരം പോയിട്ട് പുല്ല് പോലും പുറത്തു വന്നില്ല. കുറെ നേരം ഒരു മന്ത്രം ചൊല്ലി, വെള്ളം ഒഴിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരു മുത്തും പുറത്തു വന്നില്ല. ഇവരെല്ലാം മണ്ണ് മാന്തി മുത്ത് ശരി ഇതെങ്കിലും എടുത്ത് അമ്മയ്ക്ക് കൊണ്ടേ തിരിച്ചു കൊടുക്കണ്ടേ. നോക്കിയപ്പോ കുഴിച്ചതെല്ലാം കാണാൻ പറ്റും. മണ്ണിലിട്ട മുത്തുകളെല്ലാം അപ്രതീക്ഷമായി ഒന്നുമില്ല. ഇപ്പൊ എന്താ ഒരേ ഒരു പോംവഴി? കൃഷ്ണന്റെ അടുത്ത് ചെന്ന് ചോദിക്കാം. ഗോപികമാരെല്ലാം ലൈനിൽ പോയി. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രശ്നം, ഞാൻ തരണമെങ്കിൽ നൃത്തം വയ്ക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അവരെ എല്ലാം എത്ര റാഗിങ് ചെയ്യാൻ പറ്റുമോ ഭഗവാൻ അത്രയും റാഗിങ് ചെയ്യും. അപ്പൊ രാധാറാണി വിഷമിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? നിങ്ങൾ ആ ഇമോഷനിൽ പോണം. ഇത്രയും ഗോപന്മാരും ഗോപികമാരുടെ ഇടയ്ക്ക് വെച്ച് ഭഗവാൻ പറഞ്ഞു, ആ രാധാറാണിയുടെ കണ്ണില്ലേ, ആ കണ്ണ് ഈ താമര പുഷ്പത്തിന്റെ എതൾ പോലെ ചെവി വരെ നീളും. ആ കണ്ണിങ്ങനെ തുടിക്കൂല്ലേ? അത് തുടിക്കുമ്പോ ഈ മത്സ്യം വെള്ളത്തിൽ നിന്ന് എടുത്ത് പിടച്ച അത് അങ്ങനെ അതുപോലെ ഇരിക്കും. ആ കണ്ണിന് ഞാനൊരു 100 മുത്ത് തരാം. പിന്നെ ആ മൂക്കില്ലേ, ആലോചിച്ച് നോക്ക് രാധാറാണിയുടെ അവസ്ഥ. ഇത്രയും ഗോപികമാരും ഗോപന്മാർ എല്ലാരും മുമ്പേ വെച്ച് ഇഞ്ചായിട്ട് രാധാറാണിയുടെ മുഖത്തിനെ ആര് വർണ്ണിക്കുന്നു? കൃഷ്ണ ഭഗവാൻ. ഇഷ്ടവുമാണ്, എന്നാൽ ഇത്ര പേരുടെ മുമ്പേ വെച്ച് പറയുമ്പോ അത് സമ്മതിക്കാനും പറ്റുന്നില്ല.
രാധാറാണിയുടെ നിറമെല്ലാം മാറി നാണം വരും. ഇതൊക്കെയാണ് ആ സ്നേഹത്തിന്റെ ഓരോ ഇത്. നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഏറ്റവും ഉയർന്ന രസമാണ് വൃന്ദാവന രസം. ഇതാണ് ആ തത്വലോകത്തിന് തരുന്നത്. ഇത് ആസ്വദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിൽ ഈ ത്രിഗുണങ്ങൾ, എന്താ പറയുക, ഇന്നലെ വായിച്ചില്ലേ, എന്താണ് താപത്രയോന്മൂലനം, 3 താപത്രയവും അതങ്ങനെ വേരോട് പിഴുതു മാറ്റും. പിന്നെ ഭൂമിയിൽ ആർക്കും വിഷമമേ ഉണ്ടാവുകയില്ല. ഒരു ദിവസം രാധാറാണി 3 വയസ്സായപ്പോ, എത്ര പേർക്ക് വിശക്കുന്നു? രാധാറാണി വിശക്കണ? 3 വയസ്സായപ്പോ രാധാറാണി എക്സ്പേർട്ട് കുക്കാണ്. എത്ര വയസ്സില്? മൈഥിലി അവിടെ എത്ര വയസ്സായി? 5 ആയ? 6 ആയി? നിങ്ങൾ എന്തൊക്കെ കുക്കിംഗ് ചെയ്യും രണ്ടുപേരും? ഒന്നും ചെയ്യില്ലേ? രാധാറാണിക്ക് 3 വയസ്സുള്ളപ്പോ കുക്കിംഗ് എക്സ്പേർട്ടാണ്. അതിന്റെ ഒരു 2 പ്രത്യേകത രാധാറാണിയുടെ കുക്കിങ്ങിലുണ്ട്. എന്താന്ന് വെച്ചാല്, ഒരിക്കൽ പാചകം ചെയ്തത് ഇനി ഒരിക്കൽ ചെയ്യില്ല. ഒരു ഐറ്റം ഒറ്റ പ്രാവശ്യമേ കുക്ക് ചെയ്യുള്ളൂ, നമ്മളെ പോലെ ഒറ്റ പ്രാവശ്യം, പിന്നെ ആവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ രണ്ടാമത്തത്, ഓരോ ദിവസവും തലേന്നെക്കാളും സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഭഗവാന് പാചകം ചെയ്യുന്നവരെല്ലാം രാധാറാണിയുടെ പ്രതിനിധികളാണ്. അടുക്കളയിൽ പാചകം ചെയ്യുന്നവരും പാത്രം കഴുകുന്നവരും അടുക്കള വൃത്തിയാക്കി വെക്കുന്നവരും, അവിടെ ചെറിയ സേവനം, സാധനം മേടിച്ച് അട്ടി വെച്ചാൽ പോലും അവരെല്ലാം ആരുടെ പ്രതിനിധികളാണ്? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പോയാല്, ചില അമ്പലങ്ങളിലൊക്കെ പോയാൽ അടുക്കള സേവയെ കിച്ചൺ സേവ എന്നവർ പറയാറില്ല. ചില സ്ഥലങ്ങളിലൊക്കെ അതിന് രാധാ സേവ എന്നാ പറയുന്നത്. രാധാ രസോയി കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു വാക്ക്? രാധാ രസോയി, രാധാ സേവ എന്നാ പറയുന്നത്. അപ്പൊ ഈ അടുക്കളയിൽ കയറുമ്പോ തന്നെ അവര് രാവിലെ കൃത്യം ജപിച്ച് മന്ത്രങ്ങളെല്ലാം ചൊല്ലി ജപമെല്ലാം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാറാണിയും പ്രാർത്ഥിച്ച് വണങ്ങി നമസ്കരിച്ചിട്ട് രാധാറാണിയെ സഹായിക്കുന്ന സേവയിലാണ് അവർ അടുക്കളയിൽ ഭഗവാന്റെ പാചകത്തിന് വേണ്ടി കയറുന്നത്. അപ്പൊ രാധാറാണി ഇത്രയും മനോഹരമായി കുക്ക് ചെയ്യും. അപ്പൊ ഒരു ദിവസം രഹസ്യമായി വൃന്ദാവനവാസികളെല്ലാം വേറെ ഏതോ ഒരു ആവശ്യത്തിനായി പോയിരിക്കുന്ന ഒരു ദിവസവും കണ്ടുപിടിച്ചിട്ട്, ആരും ഞങ്ങളെ തടസ്സപ്പെടുത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാധാറാണിയും ഗോപികമാരും അതിമനോഹരമായുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് കഴിക്കണ്ട, അതിന്റെ മണം കിട്ടിയാൽ തന്നെ മതി, വയറും മനസ്സും എല്ലാം നിറയും. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഭക്ഷണം പാചകം ചെയ്താൽ ആ വ്യഞ്ജനത്തിൽ നിന്ന് എന്ത് വരും? അത്രയും സുഗന്ധം, സ്മെല്ല് വരും. പരിപ്പിനൊരു സ്മെല്ല്, എല്ലാത്തിനും ഒരു മണം ഉണ്ടായി. ഇത് കാണാൻ ഭംഗിയാണ്, മണം സുഗന്ധമാണ്. അത് കഴിക്കേണ്ട, കണ്ടാൽ തന്നെ അത്ര വിഭവസമൃദ്ധമായ പാത്രങ്ങൾ, മൺകലങ്ങൾ നിറച്ച് 100 കണക്കിൽ മൺകലം എടുത്തിട്ട് ഈ ഒരു വള്ളവും കയറി യമുനയിൽ കടന്ന് അപ്പുറത്ത് ചെന്ന് രഹസ്യമായി ഇതെല്ലാം ആർക്ക് കൊടുക്കണം? കൃഷ്ണ ഭഗവാന് കൊടുക്കണം. ഇത് പ്രേമത്തിന്റെ ഒരു അംശമാണ്. പ്രിയപ്പെട്ടവർക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു താല്പര്യം. അത് പൊതുവെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു താല്പര്യം, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ചിലർ പിന്നെ അവർ ഇഷ്ടപ്പെട്ടവരെ പരീക്ഷണ വസ്തുവാക്കിയൊക്കെ മാറ്റും, അത് വേറെ കാര്യം. അപ്പൊ രാധാറാണി ഇങ്ങനെ ഇത്രയും ഐറ്റം എല്ലാം ഉണ്ടാക്കിയിട്ട് പോയപ്പോ അന്ന് പെട്ടെന്ന് യമുനയില് വെള്ളത്തിന്റെ പ്രവാഹം കരകവിഞ്ഞു ഒഴുകുന്നതും മേഘങ്ങളെല്ലാം ഇരുണ്ടു, ഇടിയും മിന്നലും, ഭയാനകമായ ഒരു മഴ പെയ്യാൻ പോകുന്ന ഒരു അന്തരീക്ഷം. ആ മുഴുവൻ യമുനയുടെ മേലെ ഇരുട്ടായി. കാളിന്തി, യമുനയുടെ നിറവും കറുപ്പ്, അന്ന് മേഘങ്ങളും കറുപ്പ്, എല്ലാം ഇരുണ്ടു. രാധാറാണിയും ഗോപികമാരും ഭയത്തു. അയ്യോ, അപ്പൊ മഴയ്ക്ക് മുമ്പേ വീട്ടിലെത്തിയില്ലെങ്കിൽ വീട്ടിലുള്ളവർ വഴക്ക് പറയും. എന്നാൽ ഇത് കൃഷ്ണന് കൊടുക്കുകയും വേണം. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കി എങ്ങനെ കൊടുക്കാതെ വിടുക? തിരിച്ചു പോകാനും മനസ്സിൽ അങ്ങനെ ആശങ്കയിലിരുന്നപ്പോ അന്ന് നോക്കി ഒരു വള്ളക്കാരനും ഇല്ലേ അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോയി ആക്കാൻ. അന്വേഷിച്ച് വന്നപ്പോ ഒരു വൃദ്ധനായ ഒരു തോണിക്കാരൻ മാത്രം, കമ്പും കുത്തി വെച്ച് അങ്ങനെ ശരീരമൊക്കെ നടുങ്ങുന്ന ആ വൃദ്ധന്റെ.
അവന്റെ അടുത്ത് ചെന്ന് ഈ ഗോപികമാര് ചോദിച്ചു, ഞങ്ങളെ ഒന്ന് ഇപ്പോ നദി കടത്തി അപ്പുറത്താക്കി തരാൻ പറ്റുമോ? ആ വള്ളക്കാരൻ പറഞ്ഞു, നിങ്ങളെല്ലാരും എന്നെ കൊല്ലാൻ വന്നിരിക്കുക. കാലാവസ്ഥ നോക്കൂ, ഏത് നിമിഷവും ഭയാനകമായ മഴ പെയ്യും. യമുനയുടെ വെള്ളത്തിന്റെ പ്രവാഹം നോക്കൂ, ഇതിൽ എങ്ങനെ വഞ്ചി തുഴഞ്ഞു പോവാനാ? എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാൻ. ഞാൻ വരില്ല. അത് മാത്രമല്ല, ഞാൻ ഭക്ഷണം കഴിച്ച് പട്ടിണി കിടക്കാൻ ഇവിടെ ആൾക്കാരൊന്നുമില്ല, എനിക്ക് വരുമാനമില്ല. അവന്റെ സങ്കടമെല്ലാം പറഞ്ഞു. ഇവരും കുറെ സംസാരിച്ചു. വള്ളക്കാരന്റെ അടുത്ത് അപ്പുറത്ത് കൊണ്ട് ആ ഒരു വിധത്തിൽ ആ വള്ളക്കാരൻ കൊണ്ടുപോകും. അവസാനം രാധാറാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അയാൾക്ക് വിശപ്പെന്നല്ലേ പറയുന്നത്, എന്നാ ഇന്നൊരു 2 സാധനം കൊടുക്കാം. എങ്ങനെ? ഉള്ളതിലേ നോക്കി രാധാറാണി ഇഷ്ടമില്ലാത്ത 2 എടുത്തങ്ങ് കൊടുത്തു. ഇതെല്ലാം ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്? കൃഷ്ണ. അതുകൊണ്ട് അത് കൊടുക്കോ? ഉള്ളത് അതിൽ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, എല്ലാം ബെസ്റ്റാണ്. എന്നാലും ബെസ്റ്റിനെ മാറ്റി വെച്ച് അതിന് 2 ബെറ്ററിനെ മാത്രം എടുത്തു. അയാൾ കഴിച്ചിട്ട് പറഞ്ഞു, 14 ലോകം പ്രപഞ്ചത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന്, എന്റെ നാവെല്ലാം ചത്തുപോയിരിക്കുകയാണ്. ഇത്രയും സ്വാദുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചില്ല. ഇപ്പൊ കഴിച്ചത് ഒരു മണ്ടത്തരമായി പോയി. എന്താണ്? എന്റെ നാവ് ഉണർന്നു. ഇത്രയും സ്വാദ് ആസ്വദിച്ചപ്പോൾ എന്റെ ഉറങ്ങിക്കിടന്ന നാവ് ഉണർന്നു പോയി. അതുകൊണ്ട് ഒരു 4 എണ്ണം കൂടെ തരും. ഇപ്പൊ നമ്മൾ കഴിച്ച് ചിലത് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഒരു പടയം, 1/2 ഗ്ലാസ് പായസം, ഒന്നും കൂടെ. അപ്പൊ രാധാറാണി പറഞ്ഞു, തരില്ല. അല്ല, ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇതാണ് ചെയ്തത്, എന്റെ സ്വാദ്. ശരി, അതിന് വീണ്ടും ഒരു 2 എണ്ണം. ഇയാൾ പറഞ്ഞു, ഇത്രയും നിങ്ങൾ എന്റെ അടുത്ത് ദയ കാണിച്ചതല്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. എല്ലാരും വള്ളത്തിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടുപോയി ആക്കി തരാം. തുഴഞ്ഞൊരു 10 അടി നദിയിൽ അങ്ങോട്ട് പോയ ഉടനെ വള്ളക്കാരൻ പറഞ്ഞു, അയ്യോ, ഇതെന്ത് സാധന നിങ്ങൾ എനിക്ക് തന്നത്? എന്റെ വയറിനകത്ത് അഗ്നി പർവ്വതം പോലെ കത്തുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ തരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ തുഴയില്ല. ഇനി ഇവർ ചാടാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ കൊടുത്തു. നദിയുടെ പകുതിയായപ്പോ അയാൾ ആ തുഴയണ സാധനം എല്ലാം വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് തിന്നാൻ തന്നാലേ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. രാധാറാണി എന്ത് ചെയ്തു? ഉള്ളതിൽ 2-3 നല്ലത് മാത്രം. എന്തിനാണ് ഇവര് നദി കടന്ന് അപ്പുറത്ത് പോയത്? ഭഗവാനെ കണ്ടുകൊടുക്കാം. പക്ഷെ ഈ വള്ളക്കാരൻ ഓൾറെഡി പകുതി തിന്നു. ശരി, 1-2 നല്ലതെങ്കിലും മാറ്റി വെച്ച് ഉള്ളത് മുഴുവൻ ശപിച്ചിട്ട് ആ വള്ളക്കാരന് കൊടുത്തു. വള്ളക്കാരെ അതും തിന്ന് കുറച്ചും കൂടെ തുഴഞ്ഞിട്ട് പറഞ്ഞു, ഇനി എന്തിനാ 3 എണ്ണം മാറ്റി വെച്ചിരിക്കുന്ന, അതും കൂടെ തരാം. രാധാറാണിക്ക് ദേഷ്യം വന്ന്, ഇനി കൃഷ്ണനെ കാണുമെങ്കിൽ ചെയ്യാലോ, ഇവൻ തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ നമ്മളൊക്കെ പറയില്ലേ, വിളമ്പുന്ന കണ്ടിട്ടുണ്ട്, മേശപ്പുറത്ത് സ്കൂളിൽ ടപ്പെന്ന് പറയട്ടെ, തിന്നു മുടിഞ്ഞു പോകും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വിളമ്പുന്നവരുണ്ട്. രാധാറാണി ഉള്ളതെല്ലാം കൂടെ കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചു, ഫുൾ കാലി ചെയ്തു. അടുത്ത വള്ളക്കാരൻ പറഞ്ഞു, ഒരു ക്ഷീണം, ഇത്രയും കഴിച്ച ഒരു മയക്ക ക്ഷീണം, ഞാൻ വള്ളത്തിൽ ഒരു കുറച്ചു നേരം വിശ്രമിച്ചിട്ട് തുഴയാണ്. രാധാറാണി എന്ത് ചെയ്ത? തുഴയണ സാധനമില്ലേ, എടുത്ത് അവൻ ഒരടി, അവൻ വെള്ളത്തിൽ തെറിച്ച് വീണ്. മീശയും താടിയെല്ലാം താഴെ വീണു. ആരായിരുന്നു? ഭഗവാനായിരുന്നു. നൗകാവിഹാർ. അതാണ് ഈ മെയ് മാസം 10-ാം തീയതി നമ്മൾ തൃപ്പാദപുരത്തിൽ ആസ്വദിക്കാൻ പോകുന്നത്. ഭഗവാനാണെന്ന് മനസ്സിലായതിന് ഗോപസ്ത്രീകളെല്ലാം കൃഷ്ണനെ തൂക്കിയെന്ന് വെള്ളത്തിലോട്ട് അവര് തുഴയാൻ തുടങ്ങി. ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും വെള്ളത്തിൽ ഇറങ്ങി നൃത്തം വയ്ക്കുകയും ഇതെല്ലാം ചെയ്ത ലീലയാണ്. ഇങ്ങനെ ഇതിപ്പോ നമ്മൾ 1-2 ലീലയല്ലേ പറഞ്ഞിരിക്കുന്നു. ഇതാ രസമെന്ന് പറയുന്ന സമുദ്രത്തിൽ 1-2 തുളി മാത്രമേ ആകൂ. അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം കീ, സുഖദേവ് ഗോസ്വാമി കീ. ആദ്യം തൊട്ട് 3 ശ്ലോകം ഒരുക്കി. 3 ശ്ലോകവും എല്ലാവരും അർത്ഥസഹിതം പഠിക്കണം. എത്ര പേര് പഠിക്കും 3 ശ്ലോകവും അർത്ഥവും? ജന്മാദ്യസ്യ യതോ അന്വയാദിതരതഃ ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ
वारिमृतां यथा विनिमय यत्र त्रिसर्गो वृषा धाम्ना स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि धर्म प्रोजित कैतवो अत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवम् अत्र वस्तु शिवदम् तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते अत्र कृतिभिः शुश्रूषुभिः तत्क्षणात् निगमकल्पतरोर्गलितं फलम् सुखमुखादमृतद्रवसंयुतम् पिबत भागवतं रसमालयम् मुहुरहो रसिकः भुवि भावुकाः। हरे कृष्ण।